മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നിരവധി സഹായങ്ങൾ പണമായും മറ്റു തര സഹായങ്ങളുമായി എത്തുന്നുണ്ട്. അതിൽ സാധാരണ മനുഷ്യരടക്കം അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൻ്റെ ക്ഷേമ പെൻഷനായിട്ടുള്ള 1600 രൂപ നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു അമ്മയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അവർ തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഇന്ന് ഈ പെൻഷൻ നൽകുന്ന ഏജൻറ്റിനോട് തൻ്റെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകാൻ അറിയിക്കുകയായിരുന്നു. ആ വിവരം അറിഞ്ഞാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അമ്മ തങ്കമണിയാണ്. തങ്കമണിയോട് തന്നെ ചോദിക്കാം. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ കൊച്ചുനാളിലെ കഷ്ടപ്പെട്ടും ഒക്കെ ജീവിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് വീടില്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് സ്വന്തമായി ഇപ്പം കിടക്കാട് ഒരു വലിയ വീടല്ലെങ്കിൽ ഒരു ചെറ്റുമാടെങ്കിലും എനിക്കുണ്ട്. ദൈവം അത് ഒരു അനുഗ്രഹമായി എനിക്ക് തന്നതാണ്. എന്നുവെച്ചാൽ ആരും മുമ്പേ ചെന്ന് കൈനീട്ടാതെ തന്നെ എൻ്റെ ദൈവം എല്ലാം ഒരുക്കി തന്ന ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ മറന്ന് നമുക്കൊന്നും ജീവിച്ചുകൂടാ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് ഈ പൈസ ഈ മാസത്തെ പെൻഷൻ ഇങ്ങനെ കൊടുത്താൽ എന്തെന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞതാണ്. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, മകളെ എൻ്റെ ഈ മാസത്തെ പെൻഷനായ 1600 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കൊടുക്കണം. അത് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അത്രയെങ്കിലും അങ്ങോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ച് അത് ഈ പൈസ ഇങ്ങനെ ബാങ്കിൽ നമ്മുടെ സ്റ്റാച്യൂയിലുള്ള SBIയുടെ ബ്രാഞ്ചിലിട്ടു. ജനിച്ച നാളെ തൊട്ട് അന്ന് വരെ ഈ വീട്ടു ജോലി ചെയ്താണ് ജീവിച്ചത്. അപ്പൻ്റെ അമ്മയുടെ ആരും ഒരു ആശ്രയമൊന്നും ഇല്ലാതെയാണ് ജീവിച്ചത്. അപ്പോൾ എൻ്റെ എനിക്ക് വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ 12 വയസ്സ് വരെ ഞാൻ വീട്ടു ജോലി ചെയ്താണ് ജീവിച്ചത്. കയ്യിലുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷം, ഞാൻ കരഞ്ഞു പോയി. ഞങ്ങളെ അവസ്ഥ ഇതുപോലെ ഒരു കാലത്ത് ഇതുപോലെ കായ് വരാനുള്ളതാണ്. ആരും ഇല്ലാതെ എനിക്ക് മനാതുകൾക്ക് ആരുമില്ല. നിങ്ങൾക്ക് ഒരു നൈറ്റെങ്കിലും മാറ്റി ഇടട്ടെ എന്ന് വിചാരിച്ചു. അത്രയും. തങ്കമണി ചേച്ചി പറഞ്ഞത് എല്ലാവരും ഇത്തരത്തിൽ ദുരിതത്തിലുള്ളവരെ സഹായിക്കണം. ആ ചെറിയ തുകയായിരുന്നാലും ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നതാണ്. അതിലെ സന്ദേശമായി നമുക്ക് പറയാനുള്ളത് വലിയ വലിയ സഹായങ്ങൾ വരുന്നുണ്ട്. അത് വലിയ തുകയാണ് ലഭിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നമ്മളാൽ കഴിയുന്ന ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനുഷ്യരെ, സഹജീവികളെ സഹായിക്കാനും കഴിയുമെന്നതാണ് തങ്കമണി ചേച്ചി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അവരൊരു നഗരത്തിലെ ഒരു വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ തനിക്ക് ലഭിച്ച പെൻഷൻ തുക അടക്കം നൽകാൻ തയ്യാറാകുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചിലർ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ട്. അവർക്ക് ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചൊന്നും തങ്കമണി ചേച്ചിക്ക് അറിയില്ല. പക്ഷേ അവർ വാർത്തകളിലൂടെയാണ് ഈ വിവരം വയനാട്ടിലെ ദുരന്തം അറിയുന്നത്. അപ്പോൾ ആ തുക നൽകാൻ തങ്കമണി ചേച്ചിയെ പോലെയുള്ള ആൾക്കാർ തയ്യാറാകുന്നു. ഇതൊരു എല്ലാവർക്കും പ്രചോദനമാകണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ജനങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. ക്യാമറമാൻ ബിച്ചു പൂവച്ചനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.